ഉപ്പൂറ്റി വേദന ഉടൻ മാറുന്നു. ആദ്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇത്രയും ആൾക്കാർ കണ്ടു, അതിന് കുറേ ആൾക്കാർക്ക് വേദന മാറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പറ്റിയില്ല. ആകെ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ഈ 2 വിരലുകളാണ്. ഈ 2 വിരലുകളിലെ തുമ്പത്ത്, ഇതിൻ്റെ ഇങ്ങനെ തുമ്പത്ത് ഈ ഇടത് കാലാണ്. ഇടത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഇവിടെയാണ് അതിൻ്റെ പോയിന്റ്. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേദന മാറും. അപ്പം ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 2 വിരകളുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. കുറേ ആൾക്കാർ കണ്ടു, കുറേ ആൾക്കാർക്ക് വേദന മാറി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയും ഞാൻ പറയാത്ത ഒരു 3-4 കാര്യങ്ങളുണ്ട്. ചിലർക്ക് ഇത് കൊണ്ട് മാറാത്ത ആൾക്കാരുണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിന് 2 വിരലിൻ്റെ ഈ കയ്യിൻ്റെ വിരൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും 2 കൈയിൻ്റെയും, പിന്നെ കാലുകളിലെ 2 വിരലുകളുണ്ട്, ഇടത്തെ കാലും വലത്തെ കാലും. അങ്ങനെ ഇതിന് 4 പോയിന്റുകളുണ്ട്. ശരിക്കും 4 പോയിന്റുകളാണ് ഉള്ളത്. ഇത് സുജോക്ക് തെറാപ്പി. എന്ന് വെച്ചാൽ സുജോക്ക് കൊറിയൻ തെറാപ്പിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സു എന്ന് വെച്ചാൽ കയ്യും, സുജോക്ക് എന്ന് വെച്ചാൽ കാലുമാണ്. ഇത് കൊറിയൻ തെറാപ്പിയാണ്. അപ്പം ഇതിന് 4 പോയിന്റുകളുണ്ട്. നിങ്ങൾ ഇതുമ്പോൾ ചെയ്യുമ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നമുക്കറിയില്ലല്ലോ. പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിരലില്ലേ, ഇതിൻ്റെ ഈ വലിയ വിരലാണ് ഇതാണ് ഇടത്തെ കാലിൻ്റെ തുമ്പത്ത് പേന ഉള്ളത് ഇതുപോലുള്ള എന്തെങ്കിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. സുജോക്ക് ജിമ്മിനാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലുള്ളത് പേന കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതിങ്ങനെ അമർത്തി ചെയ്യുമ്പോൾ ഇവിടെ വേദന ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വേദനയുള്ളത് കൊണ്ടല്ലേ വീഡിയോ നോക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഇങ്ങനെ അമർത്തുമ്പോൾ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ വേദന മാറാൻ പോവാണ്. അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വേദന ഉണ്ടെങ്കിൽ ആ കാലിലെ വല്ല വേദനയുടെ പോയിന്റ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഏകദേശം. അപ്പോൾ ഇതിന് മാറിയില്ലെങ്കിൽ നമുക്ക് അടുത്തതിൽ ചെയ്യാം, വേറെ സ്ഥലത്ത് ചെയ്യാനുള്ളതുണ്ട്. അതുകൂടാണ്ട് ഒരു 4-5 തെറാപ്പികളുണ്ട്. ഇതിങ്ങനെ വേദന മരുന്നൊന്നും വേണ്ട, വേറെ മരുന്നൊന്നും മേടിക്കണ്ട, കഴിക്കണ്ട, നിങ്ങൾ എവിടെയും പോകണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. കുറേ ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ വേദനയെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ഇടത്തെ കാൽ, ഈ 2 വിരലുണ്ടല്ലോ, ഈ 2 വിരലിൻ്റെ ഈ വലിയ വിരലിൻ്റെ തുമ്പത്ത് ഇങ്ങനെ പേനയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതെടുക്കുക. ഒരു കൈ ഇങ്ങനെ ബാക്കിൽ അമർത്തി പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. നല്ല വേദന ഉണ്ടാവും. ഈ വേദന എപ്പോഴാണ് മാറുക എന്ന് വെച്ചാൽ നിങ്ങളുടെ വേദന മാറും. ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വേദനയുണ്ട്, ഭയങ്കരമായിട്ട് വേദന തോന്നും. മെയിനായിട്ടും ഇതാണ് പോയിന്റ്. കയ്യിനുള്ളത് റിമോട്ടാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ. ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ആകും. വേദന മാറിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ഏതായാലും നമുക്ക് ഈ പോയിന്റിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ വേദന മാറ്റാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പം ഇതാണ് അതിന് മെയിനായിട്ടുള്ള പോയിന്റ്. ഇടത് കാലാണെങ്കിൽ ഇത് ചെയ്യുക, വലത് കാലാണെങ്കിൽ ഈ വിരൽ ചെയ്യുക. ഈ കയ്യിൽ വേണമെങ്കിൽ ചെയ്യാം. ഈ കയ്യിൽ ഇതിൽ തല തിരിഞ്ഞായിരിക്കും. ഇത് വലിയ വിരൽ ആ സൈഡിനുള്ള കാല് മെയിൻ വിരലായിട്ട് വരിക. ഈ വിരൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാലിൻ്റെ ഉള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദന മാത്രമല്ല മാറുക, കാലിൻ്റെ അടി രാത്രിയൊക്കെ ഒരു 10-11 മണിയാകുമ്പോൾ, 10 മണി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു വലിച്ചു പിടിക്കുന്ന പോലെ ഒരു വലി പിടിച്ച് ഭയങ്കരമായിട്ട് ഒരു വേദന ഇങ്ങനെ കാലിൻ്റെ അടിക്കൂടി ഇങ്ങനെ പടർന്നു വരുന്ന പോലെ കാണാം. ആ വേദനയൊക്കെ മാറാൻ ഇത് തന്നെയാണ്. ശരിക്കും നിങ്ങൾ ഈ ഭാഗം തൊട്ട് ഇവിടെ വരെ ചെയ്യാം, അല്ലാണ്ട് ഇവിടെ തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ തുമ്പത്ത് മാത്രമല്ല, അതിൻ്റെ ഈ ഭാഗം കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിലേക്കുള്ള ഭാഗം, ഉപ്പൂറ്റി മസിൽസിൻ്റെ വേദന വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങിയിട്ട് ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്ത് കൊടുത്താൽ അവിടുത്തെ വേദന മാറും. ഈ 2 കാലും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഉപ്പൂറ്റി മാത്രമായിട്ടല്ല, ശരിക്കും കാലിൻ്റെ അടിവേദന, ഈ നംനസ് ഫുഡിന് ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊക്കെ ഒരുവിധം സോൾവായി വരും, വേദനകൾ കുറഞ്ഞു വരും. പരമാവധി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പം ഇതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ കുറേ നമ്മൾ പറയാനാണ്, വീഡിയോ എടുക്കാൻ തന്നെ
എന്ന് വെച്ചാൽ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ കുറേശ്ശൊക്കെ ഇങ്ങനെ പഠിച്ച് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് വേറെ സ്ഥലത്ത് പോയി സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ മാത്രമല്ല, ഇതിൽ സെർച്ച് ചെയ്താൽ പോലും, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും അതിനെക്കുറിച്ച് ഇത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബുക്സിൽ വരുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ആരും പറയുന്നില്ല. അവർ ട്രീറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇതും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ട്രീറ്റ്മെൻ്റ് ആണ്. ഡോക്ടർമാരെ പിന്നെ അവരെ ട്രീറ്റ് ചെയ്താൽ അവർക്ക് പൈസ കിട്ടും. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളറിഞ്ഞ് നമ്മൾ ഈ യൂട്യൂബിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ പറയുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് UAE-യിലും ദുബായിലും അവിടെ നിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് മരുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. അപ്പോൾ ഇതാണ് അതിനുള്ള മെയിനായിട്ടുള്ള പോയിന്റ്. ഈ കാല് മാത്രമല്ല, ഈ മസിൽസ് ഇടയ്ക്ക് കാലിൻ്റെ മുകൾ വശത്തുള്ള മസിൽസും അതിന് തന്നെ കാലിൻ്റെ മുമ്പിലാണ് വേദന, ബാക്കിലാണെന്ന് വെച്ചാൽ ഇതാണ് ബാക്ക് മസിൽസ്, ബാക്ക് സൈഡ്. ഇതിൻ്റെ അടിവശം, നമ്മൾ അടിവശം, ഇതൊക്കെ ഉൾവശം പറഞ്ഞു തരുന്നത് അടിവശത്തുള്ള വേദന. ഒരു പക്ഷേ നിങ്ങൾ കാലിൻ്റെ അടിവശത്തുള്ള വേദന മുകളിലാണ് എന്ന് വെച്ചാൽ ഈ സൈഡാണ് കേട്ടോ. ഇത് തിരിച്ചു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഓവറായിട്ട് അമർത്തണ്ടാവില്ല. ഇതുപോലെ ചെറുതായിട്ട് അമർത്തുമ്പോൾ കുറച്ച് നേരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വലിയ റിസ്ക് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ വേദന കുറയില്ലേ, ഇവിടെ വേദന കുറയും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിക്കണം. അയ്യോ ഇങ്ങനെ ചെയ്യണോ, നമ്മൾക്ക് എന്തിന് ഇത്രയും വലിയ വേദന എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് എന്ത് കാര്യം എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യമില്ല. ഈ വേദന നിങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ വേദന കുറഞ്ഞു വരുന്ന കാണാം. ഇവിടെ മാത്രമല്ല, അവിടെയും കുറയും. അപ്പൊ അത് കുറഞ്ഞു വരുമ്പോൾ പ്രശ്നമല്ല. നമുക്ക് ഈ വേദന മാറാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് ഈ ഗുളിക വലിക്കണം, ഇഞ്ചക്ഷൻ കുത്തിവെക്കണം, ഡോക്ടറുടെ ഇതൊക്കെ ഇട്ട് എത്ര ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ആ മരുന്നുകളൊക്കെ ശരിക്കും നല്ല ഹൈ ലെവൽ മരുന്നുകളൊക്കെ കൊടുക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, ടാബ്ലറ്റ്സ് കൊണ്ട് എന്താ ഗുണം? ആയുർവേദമാകുമ്പോൾ പ്രശ്നമല്ല. പക്ഷെ ഇത് തന്നെ നമുക്ക് അങ്ങനെയാകുമ്പോൾ അപ്പൊ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷെ ഇൻസ്റ്റന്റ് റിസൾട്ടാ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ കാലിൻ്റെ കൂടി ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ മസിൽസ്, ഇവിടെ ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് കുറെ പണിയെടുക്കുന്ന ആൾക്കാരും കുറെ ലാങ്ങിൽ നടന്നിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ വേദന എല്ലാ ദിവസവും ഉണ്ടാകും. സാധാരണ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് മസിൽ വേദന ഇല്ലാണ്ടിരിക്കില്ല. അപ്പൊ ഇത് കാലിൻ്റെ ഭാഗമാണ്, ഈ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. കാലിൻ്റെ ഭാഗം, ഈ മസിൽസും അതിൻ്റെ അടിയിലുള്ളത്, അതിന് തന്നെ മുമ്പിലാണ് വേദന. കാലിൻ്റെ മൂന്ന് വശം വേദനയാണെങ്കിൽ മുകളിൽ ഈ വിരലിൻ്റെ തന്നെ മൂന്ന് വശത്ത് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, ഭയങ്കര വേദന ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ നെക്കിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം വളരെ സ്ലോലി ചെയ്യുക, കുറച്ച് നേരം കൂടുതലും ചെയ്യാം. ഇത് ഇത്ര പ്രാവശ്യം ചെയ്യണം, ഇത്ര സമയം ചെയ്യണമെന്നോ കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം കാലത്തോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഫ്രീ ആയില്ലോ, അപ്പോൾ വേദന മാറിയില്ലേ. അപ്പോൾ ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് തോന്നിയാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് അടിക്കുക, കമൻസിൽ അടിക്കുക. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക. എല്ലാത്തിനും ഉണ്ട്. എനിക്ക് നിങ്ങൾ തരുന്ന എന്താ പറയാ, ഈ കമൻസുകൾ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനുള്ളത്. ഒന്നാമത് വീഡിയോ ചെയ്യാനേ പറ്റില്ല, ഒറ്റയ്ക്ക് സപ്പോർട്ടിന് ആരും ഇല്ല. വൈഫടക്കം എല്ലാവരും ഇതിനെതിരാ. പക്ഷെ അത് നമ്മൾ പറയാനുള്ള കാരണം നിങ്ങളുടെ കമൻസ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, വേറെ ഒന്നല്ല. നിങ്ങൾ ചേട്ടാ നിങ്ങൾ ചെയ്യ് എന്ന് വെച്ച് നിങ്ങൾ സപ്പോർട്ട്, എനിക്ക് വലിയൊരു സപ്പോർട്ട്, വളരെ ഒരു താങ്ക്സ് നിങ്ങളോടാണ് പറയണ്ടേ. അപ്പൊ ഇനിയും ഞാൻ ഇതിലുള്ള എല്ലാ വീഡിയോയും ചെയ്യാൻ പോവാണ്. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും. ഇതിന് ഒരു നീഡിൽ പോയിന്റുകളുണ്ട്. ഈ കയ്യിൽ തന്നെ 30 പോയിന്റ് ഉണ്ട്. ഒരു ഇതിൽ മൈക്രോ പോയിന്റ്സ് ഉണ്ട്. എല്ലാത്തിനും, എല്ലാ അസുഖങ്ങൾക്കുള്ള പോയിന്റ്സ് ഉണ്ട്. അതിലും നമുക്ക് ഈ ചെറിയ നീഡിൽ വെച്ചിട്ട്, അതിന് വലിയ ആകെ ചെറിയൊരു നീഡിലാണ് ഒരു പോയിന്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ അത് കുത്തിവയ്ക്കാം. ആ നീഡിൽസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ആ തെറാപ്പി വരാനുള്ളത് ഇപ്പോൾ ഉള്ളത് ഇത് സ്റ്റാൻഡേർഡ് കറസ്പോണ്ടൻസ് സിസ്റ്റമാണ്. അത് ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്തടുത്ത വീഡിയോകൾ വരുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ഇതിലേക്ക് ചെയ്യാൻ. മാഗ്നറ്റ് തെറാപ്പി ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്, ബാർ മാഗ്നറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന തെറാപ്പികളുണ്ട്. അതിന്റെ പോയിന്റ്സ് ഉണ്ട്. അതിന്റെ പോയിന്റ്സിൽ നിങ്ങൾക്ക് വെച്ച് നമുക്ക് ഇതാ വെച്ചാൽ മതി. പിന്നെ സീഡ് തെറാപ്പി ഉണ്ട്, ചെറിയ സീഡ്സ് ഉള്ള
നമ്മൾ അങ്ങനെ ആപ്പിളിൻ്റെ സീഡും മറ്റേ ഉളുവയുടെ സീഡും കടുകിൻ്റെ ഒക്കെ ഇങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെയ്യാനുള്ളത് തെറാപ്പികളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ആദ്യം പറയേണ്ടത് സ്റ്റാൻഡേർഡ് കറസ്പോണ്ടൻസ് സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാലിൻ്റെ വേദനയ്ക്ക് ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഈ 2 വിരലിൻ്റെ എടുക്കുക. ഈ ആദ്യത്തെ 2 വിരലും ഇങ്ങനെ ഇതിലേക്ക് പിടിക്കുക. ഈ 2 വിരലിൻ്റെ ആദ്യത്തെ വിരലിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു സുജോക് ജിമ്മിനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലും ലിങ്ക് ഉണ്ട്. ആമസോണിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ അയച്ചു കൊടുക്കാനുള്ളത് ആയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അയച്ചു വേണമെങ്കിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒന്നാമത് സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് വലുതാക്കാൻ ആഗ്രഹമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എടുക്കുക. നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു കൈ നിങ്ങൾക്ക് തന്നെ ബാക്കിൽ ഇത് വെച്ച് നെക്കി പിടിക്കുക. അപ്പം ഇങ്ങനെ അപ്പോൾ ഒരു ചെറിയ കരടുകൾ പോലെ ഉണ്ടാവും. ചെറിയ കരടുകൾ പോലെ ഇങ്ങനെ കാണും. നിങ്ങൾക്ക് തന്നെ ഇത് ഫീൽ ചെയ്യും. കൈയിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ കൈയിൻ്റെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യും. അപ്പം ഇത് ഇങ്ങനെ ഈ 2 വിരലും ഏത് കാലിലാണോ നിങ്ങൾക്ക് വേദന ആ വിരൽ നോക്കുക. ഇടത് കാലാണെങ്കിൽ ഈ വലിയ വിരൽ ആദ്യം കാണുന്ന വിരലല്ലേ ഇടത്തെ. അപ്പം ഈ വിരൽ ഇതിൻ്റെ രണ്ടാമത്തെ ഈ വിരൽ. അപ്പോൾ ഈ വിരലിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ എല്ലാ സൈഡും ചെയ്യാം. ഒരു സൈഡ് മാത്രമല്ല, അടി മാത്രമല്ല, സൈഡൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില നേരത്തെ കൈ വേദനയൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നേരം ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം വീണ്ടും ചെയ്യാം. അപ്പോൾ അത്രയും വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞോളും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും ഞാൻ കുറേ നാളായത് കൊണ്ടും അതിൽ ശരിക്കും പറയാൻ പറ്റില്ലാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ ഈ അടുത്ത വീഡിയോ ഉപ്പൂറ്റി വേദനയ്ക്കും കാലുവേദനയ്ക്കും മസിൽ സ്പെയിൻസിനും കൂടിയിട്ട് ഒന്നിച്ചന്നെ ഞാൻ ചെയ്തേക്കണേ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. അടുത്തിനി വേറൊരു വീഡിയോകളുണ്ട്. അടുത്ത് തന്നെ ഞാൻ വേറെ പുതിയ വീഡിയോകൾ ചെയ്യും. സിമ്പിളായിട്ടുണ്ടാവുള്ളൂ. എല്ലാത്തിനും വലിയ മരുന്നോ ടാബ്ലറ്റ്സോ ഉള്ള റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന കാശ് മുടക്കിയിട്ടുള്ള ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. വളരെ താങ്ക്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമസ്കാരം.